ശ്രീമതി എൽസിമൻ, നമ്മൾക്ക് വിശ്വസിക്കാൻ വരെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വാർത്തയാണ് നേമത്ത് നിന്ന്, കരയ്ക്കാമണ്ഡപത്ത് നിന്ന് വരുന്നത്. 4 പ്രസവം, അതായത് നാലാമത്തെ പ്രസവത്തിലാണ് യുവതിയുടെ മരണം സംഭവിക്കുന്നത്. 3 പ്രസവം വീട്ടിലായിരുന്നു. മറ്റ് ചികിത്സയ്ക്കൊന്നും വിധേയരാകുന്നില്ല. വീട്ടിൽ തന്നെ പ്രസവമായാലും മറ്റെന്ത് ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും വീട്ടിൽ തന്നെ ഈ ആരോഗ്യ പ്രവർത്തകർ വരികയാണെങ്കിൽ അവരെ ആട്ടി ഓടിക്കുന്ന, അവരെ വഴക്കു പറയുന്ന രീതി, ഇതൊക്കെയാണ് നിയാസിന്റെ സ്ഥിരം ശീലം എന്ന് പറയുന്നത്. അതിനിടയിൽ ഇപ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, അത് സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ ഒന്നാമത്തെ കാര്യം അജ്ഞതയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ഉള്ള പുരോഗമനമായിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്നത്. അത് തന്നെയല്ല, നമ്മുടെ ഈ ഒരു കേരളത്തിലെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പണ്ട് മുതലേ പാലിച്ചു പോകുന്ന ചില അന്ധവിശ്വാസങ്ങൾ ഒട്ടുമിക്ക ജനങ്ങളിലും അത് ഉള്ളിലുണ്ട്. അത് തന്നെയല്ല, മാജിക്കോ റിലീജിയസ് ട്രീറ്റ്മെന്റ് വളരെയധികം ഉള്ളൊരു നാടാണ് നമ്മുടെ കേരളം. മന്ത്രവാദം അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ചികിത്സാ വിധികൾ, അതായത് ഒരു മനുഷ്യന്റെ ജീവൻ അപകടം വരുത്തത്തക്ക രീതിയിലുള്ള ചികിത്സാ വിധികൾ പാലിച്ചു പോകുന്ന ഒരുപാട് ഇടങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊതുവെ ഈ അന്ധവിശ്വാസം പേറി നടക്കുന്നവരാണ്, അല്ലെങ്കിൽ മോഡേൺ മെഡിസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയെക്കുറിച്ചുള്ള അവബോധം കൃത്യമായിട്ടില്ലാത്തവരും അങ്ങനെയുള്ള ആളുകളിലാണ് സാധാരണഗതിയിൽ ഇപ്പോഴും ഈ പണ്ട് കാലത്തെ മൃഗീയമായ ചികിത്സാ രീതികൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോലും പോകാതെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രസവം ഒക്കെ നടത്തുക എന്ന് പറയുന്നത് അങ്ങനെ പാലിച്ചു പോകുന്നത്. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും വീടുകളിൽ പ്രസവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അറിവോ അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റത്തെ കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ അതിന്റെ ലഭ്യത ഇല്ലാത്ത ഇടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ലഭ്യതയില്ലായ്മയുടെ പ്രശ്നം വളരെ വലുതാണ്. ഈ പറഞ്ഞതുപോലെ നോർത്തിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകാം, കേരളത്തിലും അത് തീരെ പൂർണ്ണമായി ഇല്ലാതെന്ന് നമ്മൾ പറയുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ആരോഗ്യരംഗം, പൊതു ആരോഗ്യരംഗം അത് മികച്ചതാണ്. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളൊക്കെ എല്ലാ പൗരന്മാർക്കും കൂടെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നേരിട്ട് ആരോഗ്യ പ്രവർത്തകർ ജനങ്ങൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നാട് കൂടിയാണ്. അവിടെ എന്തുകൊണ്ട് നമുക്കൊരു മാറ്റം വരുത്താനാകുന്നില്ല? അല്ലെങ്കിൽ 3 പ്രസവം ഒരു വീട്ടിൽ പ്രസവിച്ച സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിമുട്ടുകൾ എത്ര നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെയും 4മതും അങ്ങനെ തന്നെ അവർ വിധേയമാകേണ്ടി വരുന്നു, മരണം സംഭവിക്കുന്നു. ഇവിടെയൊന്നും ഒരു ഇടപെടൽ ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇടപെടൽ അല്ലെങ്കിൽ ഫലവത്താകാതെ പോകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും, കാരണം ഒരു ഹെൽത്ത് സെന്ററിന്റെ സർവീസ് ഇല്ലാത്ത ഒരു ഇടം കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം അത് ഒരു ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഒരു ഫെസിലിറ്റി എങ്കിലും ഇല്ലാത്തതില്ല.